നമസ്കാരം. മലയാളികൾ ഉൾപ്പെടെ ലക്ഷക്കണക്കിന് പ്രവാസികളുള്ള രാജ്യമാണ് UAE. തൊഴിൽ സുരക്ഷയും ഉയർന്ന ശമ്പളവും ഉള്ളതിനാൽ തന്നെ പലരും കുടുംബമായിട്ടാണ് UAEയിൽ താമസിക്കുന്നത്. നമ്മുടെ നാടിനെ അപേക്ഷിച്ച് UAEയിൽ ജീവിത ചെലവ് അല്പം കൂടുതലാണ്. UAEയിൽ ഓഗസ്റ്റിൽ ഏറെ ശ്രദ്ധേയമായ ഒരു മാസമായിട്ട് മാറുകയാണ്. എല്ലാ മാസവും UAEയിൽ പല രീതിയിലുള്ള മാറ്റങ്ങൾ വരാറുണ്ട്. നിയമത്തിന്റെ കാര്യത്തിലും അല്ലാതെ ചെലവുകളുടെ കാര്യത്തിലും ഒക്കെ. നിയമത്തിന്റെ കാര്യത്തിലാണെങ്കിൽ ഉള്ള പല നിയമങ്ങളും പരിഷ്കരിക്കുകയും പുതിയ നിയമങ്ങൾ കൊണ്ടുവരികയൊക്കെ UAE ചെയ്യാറുണ്ട്. അപ്പോൾ അത്തരത്തിൽ ചില മാറ്റങ്ങൾ UAEയിൽ വരികയാണ്. അതായത് ഏറെ ഒരു ശ്രദ്ധേയമായിട്ടുള്ള ഒരു മാസമായിട്ട് ഓഗസ്റ്റ് മാറാൻ പോവുകയാണ് UAEയിൽ. അതിൽ തന്നെ പ്രവചനാതീതമായ വേനൽ കാലാവസ്ഥയുണ്ട്, പെട്രോൾ ഡീസൽ വിലയിലെ മാറ്റമുണ്ട്, വിമാന കമ്പനികളുടെ നിയന്ത്രണമുണ്ട്, പുതിയ അധ്യയന വർഷത്തിലേക്കുള്ള കാത്തിരിപ്പുണ്ട്. ഇതെല്ലാം ഓഗസ്റ്റ് മാസത്തിൽ UAEയിൽ വരാൻ പോകുന്നതാണ്. അതിനാൽ ഓഗസ്റ്റ് മാസം UAEയിലേക്കുള്ള പ്രവാസികൾ പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതിൽ ആദ്യത്തേത് കാലാവസ്ഥയാണ്. 40 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ താപനില ഉയർന്നിട്ടും UAEയിൽ അസ്ഥിരമായ കാലാവസ്ഥയാണ്. ഓഗസ്റ്റ് 3 തിങ്കളാഴ്ച വരെ ഉച്ച കഴിഞ്ഞ് മിതമായ മഴ തുടരുമെന്നാണ് ദേശീയ കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ അറിയിപ്പ്. ഈ കാലയളവിൽ മിക്ക ദിവസങ്ങളിലും മഴയ്ക്ക് സാധ്യതയുണ്ട്. അടുത്തത് ഒരു വ്യോമയാന മേഖലയുമായി ബന്ധപ്പെട്ട ഒരു മാറ്റമാണ്. എയർ ഫ്രാൻസ് മേഖലയിലെ വിമാന സർവീസുകളെ റദ്ദാക്കൽ നീട്ടിയിട്ടുണ്ടെന്നാണ് ലഭ്യമാകുന്ന വിവരം. ഏജിയൻ എയർലൈൻസ് 2026 ഓഗസ്റ്റ് 31 തിങ്കളാഴ്ച വരെ ദുബായിലേക്കുള്ള എല്ലാ വിമാനങ്ങളും നിർത്തിവെച്ചിട്ടുണ്ട്. KLM അതിന്റെ സർവീസ് സസ്പെൻഷനുകളും ഈ മാസത്തേക്ക് നീട്ടിവെച്ചു. UAE വിമാന കമ്പനികളായ എമിറേറ്റ്സിന്റെയും ഇത്തിഹാദിന്റെയും പ്രധാന റൂട്ടുകളും സാധാരണ പോലെ പ്രവർത്തിക്കും. അടുത്തതൊരു വിലക്കയറ്റത്തിന്റെ വാർത്തയാണ്. ഓഗസ്റ്റ് മാസത്തിൽ പെട്രോൾ ഡീസൽ വില ലിറ്ററിന് 20 ഫിൽസ് വരെ വർദ്ധിച്ചിരിക്കുകയാണ്. UAE ഫ്യുവൽ പ്രൈസ് കമ്മിറ്റിയാണ് പുതുക്കിയ നിരക്ക് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഓഗസ്റ്റ് 1 മുതൽ ഈ നിരക്ക് പ്രാബല്യത്തിൽ വരും. സൂപ്പർ 98 പെട്രോൾ ലിറ്ററിന് 3.6 ദിർഹമാണ് ഓഗസ്റ്റിലെ വില. ജൂലൈയിൽ ഇത് 3.40 ദിർഹമായിരുന്നു. സ്പെഷ്യൽ 95 പെട്രോൾ ലിറ്ററിന് 3.29 ദിർഹത്തിൽ നിന്ന് 3.49 ദിർഹമായും E+ പെട്രോൾ ലിറ്ററിന് 3.21 ദിർഹത്തിൽ നിന്ന് 3.41 ദിർഹമായും ഉയർന്നു. ഡീസൽ വില ലിറ്ററിന് 3.6 ദിർഹമായിട്ടാണ് കൂടിയത്. എല്ലാ മാസവും അവസാനത്തോടെ UAEയിൽ ഇന്ധന വില പുനർനിർണയിക്കാറുണ്ട്. രാജ്യാന്തര വിപണിയിലെ അസംസ്കൃത എണ്ണ വിലയിലെ ചലനങ്ങൾ മുൻനിർത്തിയാണ് വില നിർണ്ണയിക്കുന്നത്. ഫെബ്രുവരിയിൽ പശ്ചിമേഷ്യൻ സംഘർഷം ആരംഭിച്ചതിനു ശേഷം രാജ്യത്തെ ഇന്ധനവിലയിൽ 60% വർധനവ് രേഖപ്പെടുത്തിയത്. 4 മാസത്തെ തുടർച്ചയായ വില വർധനവിന് ശേഷം ജൂലൈയിൽ ചെറിയ രീതിയിൽ നിരക്ക് കുറഞ്ഞെങ്കിലും ഓഗസ്റ്റിൽ വീണ്ടും ഉയരുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. നിലവിൽ അമേരിക്ക ഇറാൻ സംഘർഷം വീണ്ടും രൂക്ഷമായത് ആഗോള വിപണിയിലെ എണ്ണവിലയെ ബാധിച്ചു. വാഹന ഉടമകളെയും പ്രവാസികൾ ഉൾപ്പെടെയുള്ള സാധാരണക്കാരുടെ കുടുംബങ്ങളെയും ഈ വില വർധനവ് ബാധിക്കും. അവധിക്ക് ശേഷം UAEയിൽ പൊതു സ്വകാര്യ മേഖലയിലെ എല്ലാ സ്കൂളുകളും ഓഗസ്റ്റ് 31 തിങ്കളാഴ്ച പുതിയ അധ്യയന വർഷത്തിലേക്ക് കടക്കും. UAE വിദ്യാഭ്യാസ മന്ത്രാലയം പുതുതായി പുറത്തിറക്കിയ 3 വർഷത്തെ അക്കാഡമിക് കലണ്ടറിന്റെ ഭാഗമായിട്ടാണ് ഈ മാറ്റം. ലക്ഷക്കണക്കിന് പ്രവാസികളുടെ സ്വപ്നഭൂമിയായ UAEയിൽ ഓരോ മാസവും പുതിയ മാറ്റങ്ങളും വെല്ലുവിളികളും ഒക്കെയാണ് പ്രവാസികളെയും സ്വദേശികളെയും ഒക്കെ കാത്തിരിക്കുന്നത്. ഉയർന്ന വരുമാനവും മികച്ച സുരക്ഷിതത്വവും നൽകുന്ന രാജ്യമാണെങ്കിലും വർദ്ധിച്ചു വരുന്ന പ്രതിമാസ ചെലവുകൾ പ്രവാസികളുടെ ബജറ്റിനെ എപ്പോഴും സ്വാധീനിക്കാറുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ ഓഗസ്റ്റ് മാസം പ്രവാസികളെ സംബന്ധിച്ച് ഏറെ നിർണായകമാണ്. നിത്യജീവിത ചെലവുകളെ ബാധിക്കുന്ന പ്രഖ്യാപനങ്ങളും യാത്രാരംഗത്തെ അപ്രതീക്ഷിത തടസ്സങ്ങളും സ്കൂൾ തുറക്കലും എല്ലാം ഒരുമിച്ചെത്തുന്നതുകൊണ്ട് തന്നെ പ്രവാസികൾ അതീവ ജാഗ്രത പാലിക്കേണ്ട ഒരു സമയം കൂടിയാണ്. സാമ്പത്തികവും വ്യക്തിപരവുമായ കാര്യങ്ങളിൽ കടുത്ത നിയന്ത്രണവും മുൻകരുതലുകളും ആവശ്യമാണ്. പെട്രോൾ വില വർധനവും സ്കൂൾ തുറക്കലും എല്ലാം പോക്കറ്റിനെ ചോർത്തുന്ന കാര്യങ്ങളാണ്. പ്രതിമാസ ബജറ്റ് പുനഃക്രമീകരിക്കേണ്ടത് അനിവാര്യമായി മാറിയിരിക്കുന്നു. യാത്രാ തടസ്സങ്ങളും പ്രതികൂല കാലാവസ്ഥയും മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ യാത്രകൾ മുൻകൂട്ടി ആസൂത്രണം ചെയ്യുന്നത് ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ ഒരു പരിധിവരെ സഹായിക്കും. വരുന്ന മാസങ്ങളിലെ അനാവശ്യ ചെലവുകൾ ഒഴിവാക്കി കൃത്യമായ സാമ്പത്തിക ആസൂത്രണത്തോടെ മുന്നോട്ട് പോയാൽ പ്രവാസികൾക്ക് ഓഗസ്റ്റിലെ വെല്ലുവിളികളെ തടസ്സമില്ലാതെ നേരിടാൻ സാധിക്കും.